ഈ വേദ കാലഘട്ടത്തിൽ തന്നെ ജ്യോതിശാസ്ത്രത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഈ യജുർവേദത്തിൽ ജ്യോതിഷിയെ പറഞ്ഞത് ഈ നക്ഷത്ര ദർശകൻ എന്ന, ഭൂമിയിൽ ജീവിക്കുന്ന സകല ജീവജാലങ്ങളും പ്രപഞ്ചവും തമ്മിൽ ബന്ധമുണ്ട്. അപ്പം പ്രപഞ്ചത്തിനുണ്ടാകുന്ന നല്ല കാര്യങ്ങളെ മനസ്സിലാക്കി നല്ല കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുവാനും പ്രപഞ്ചത്തിലുണ്ടാകുന്ന പ്രതികൂല കാര്യങ്ങളെ നമ്മൾ ത്യജിക്കുവാനായിട്ടും ഇടയുണ്ടാവണം. പ്രപഞ്ചത്തിന് വിരുദ്ധമായ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ പ്രപഞ്ചം ആ കാര്യത്തെ നമുക്ക് അനുകൂലമാക്കി തരില്ല. ഈ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ജ്യോതിശാസ്ത്രത്തെ തന്നെ മനസ്സിലാക്കിയെങ്കിലേ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ജ്യോതിഷം എന്ന വാക്ക് ജ്യോതിസ്, അപ്പോൾ ജ്യോതിസ് എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നത് എന്താണോ അതാണ് ജ്യോതിഷം. അപ്പോൾ പ്രകാശത്തിൻ്റെ ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. ഈ വേദങ്ങളെ വിഭജിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ജ്യോതിഷത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേദസ്യ ചക്ഷു, വേദത്തിൻ്റെ കണ്ണാണ് ജ്യോതിഷമെന്ന് പറയുന്നത്. ഈ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ലാഗതൻ എന്ന് പറയുന്ന ഒരു മഹാൻ, ഒരാചാര്യൻ, അദ്ദേഹം ഋഗ്വേദീയ ആർച്ച ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ജ്യോതിഷം ഗ്രസിച്ചിട്ടുണ്ട്. യാജൂഷ ജ്യോതിഷം, അഥർവണ ജ്യോതിഷം എന്നിങ്ങനെ 3 ജ്യോതിഷങ്ങളെ അദ്ദേഹമാണ് നിർവചിച്ചത്. ഈ സാമവേദീയ ജ്യോതിഷവും എന്ന് പറയുന്ന ഒരു ജ്യോതിഷവും അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു.